ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കൂന്തൽ നനച്ചത് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കുക, എണ്ണ ഒഴിക്കുക, അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സവാള. ഞാനൊരു 2 സവാളാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റുക. അതൊരു കുറച്ച് ബ്രൗൺ കളറൊക്കെ ആവില്ലേ, ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, പച്ചമണം മാറണ വരെ. അപ്പോഴത്തേക്കും നമുക്ക് ഈ കൂന്തലിൽ ബാക്കി കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസസ് വരുമല്ലോ, ആ പീസസ് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും കൂന്തൽ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആ ടൈം ആകുമ്പോഴത്തേക്കും കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കൂന്തലും ഇതും കൂടി മിക്സാക്കി നന്നായിട്ട് ഇളക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നല്ലതായിട്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിച്ച് കത്തി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിടാം. ഞാനത് എടുക്കാൻ വിട്ടുപോയി ഇടണ വീഡിയോ. അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഫില്ല് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണ കൂന്തലിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഒരുപാട് നിറച്ച് കൊടുക്കരുത്, കാരണം ഇത് ആവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വീർത്ത് വരും. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക ഒരു 10-15-20 മിനിറ്റ് വരെ. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മുടെ ബേസിക് മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ സ്റ്റീം ചെയ്ത കൂന്തലിടുക. നമ്മൾ ആ ബേസിക്കായിട്ടുള്ള മസാലയൊക്കെ ഇട്ടില്ലേ, അതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ് അതിലേക്ക് നമ്മൾ ഈ മസാലയിലേക്ക്, അത് കഴിഞ്ഞിട്ട് സ്റ്റീം ചെയ്ത മസാലയിലേക്ക് കൂന്തലിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൂന്തൽ റെഡിയാവും. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.